നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ് നിങ്ങൾ ആണുങ്ങൾ ഇങ്ങനെ സ്കോർ ചെയ്ത് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ നിയമം അനുസരിച്ചിട്ട് ഭാര്യയെ, അതായത് ഇപ്പം പ്രകൃതി വിരുദ്ധ പീഡനമൊന്നുമല്ല, ബാക്കിൽ കൂടെ സെക്സ് ചെയ്യുന്നവന്മാരുണ്ട്. ഈ ഒരു വിഷയം ഇഷ്ടമില്ലെങ്കിൽ കേസ് കൊടുക്കുക. അതറിയോ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് കൊടുക്കാം. നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യത്തില്ല, അവനെതിരെ കേസ് എടുക്കും. റേപ്പ് കേസായിരിക്കും എടുക്കുക. 13-14 വർഷത്തേക്ക് അവനെ ജയിലിലേക്കാക്കും. വീട്ടിൽ പീഡനമുണ്ട്, അമ്മായി അച്ഛനും സഹോദരിയും ആ വീട്ടിൽ ആരൊക്കെയുണ്ട് അവരെല്ലാം ജയിലിൽ പോകുന്ന കേസാ. പെണ്ണുങ്ങൾക്ക് എത്ര പെണ്ണുങ്ങൾക്ക് അറിയാം ഇത്? നിങ്ങളുടെ കഴിവെന്താണെന്നോ നിങ്ങളുടെ എബിലിറ്റി എന്താണെന്നോ നിങ്ങൾക്ക് അറിയാത്തടത്തോളം നിങ്ങൾ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. വീണ്ടും ഗോപി സുന്ദർ നല്ലതാ, ഇവൻ കൊള്ളില്ല എന്ന് പറയുന്നിടത്തോണ്ട് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അത് ഞാൻ പബ്ലിക്കായി തന്നെ പറയണം, നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഈ വളിരാജ് അവൻ മാപ്പ് പറഞ്ഞ ഉടനെ നിങ്ങളങ്ങ് മറക്കുകയാണോ വേണ്ടത്? കേസ് കൊടുക്കുക, കേസുമായി മുൻപോട്ട് തന്നെ പോവുക. ഇത് ഇവൻ പിന്നെ റോബിന്റെ അമ്മയെ പറ്റി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്ന? കൊണ്ടുപോയി കേസ് കൊടുത്തപ്പോ അടങ്ങിയ. എന്തിനാണ് ഇങ്ങനെയൊക്കെ കയറൂരി വിട്ടിരിക്കുന്നത്? സത്യമായിട്ട് ഞാൻ പോയപ്പോ ആ നാട്ടിലെ ഓട്ടോറിക്ഷ ചേട്ടന്മാര് പറഞ്ഞു അടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത്. എനിക്ക് കാല് പരിമിതിയുണ്ട്, എന്റെ കാലിൽ ആരോഗ്യമുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ നാഫി ഞാൻ ചവിട്ടി പൊളിച്ചിട്ടുണ്ടാകും. ഞാൻ പോയതാണ്, അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞാണ് ആ വീട് മാറേണ്ടി വന്നവന്, ഇവൻ താമസിക്കുന്ന വീട് അവന് മാറേണ്ടി വന്നു. ഇനി എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇവൻ വെറും ഫ്രോഡാണെന്ന്, കഞ്ചാവ് ഒടിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനാണെന്ന്. മിണ്ടാതിരിക്കുന്നത് നാട്ടിലുള്ളവരുടെ അവർ കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്നതാണ്. നിങ്ങളുടെ നാട്ടിലുള്ള ഒരുത്തനാണ് ഈ പോക്കരത്തരം പറയുന്നെങ്കിൽ ഇവനെയൊക്കെ വീട്ടിൽ കയറി പൊട്ടിക്കുകയാണ് വേണ്ട. ആ നാട്ടുകാരാണ് നിൽക്കേണ്ടത്. പകരം വരുന്നവരെല്ലാം ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കേണ്ടത്. മറ്റേ ആ ജട്ടിജിനും അവ ഇരുന്ന് എല്ലാ പെണ്ണുങ്ങളെ അപരാധി അവന്റെ അമ്മ പിന്നെ അപരാധിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അപരാധിയുടെ മോൻ അപരാധി എന്നല്ലാതെ അവന് വേറെന്തോന്ന് വിളിക്കും? അവന്റെ മോൻ പക്ക വേശി ആയതുകൊണ്ടാണ് ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാം അവൻ വേശി എന്ന് വിളിക്കുന്നത്. അതാണ് കാര്യം. നമ്മുടെ മക്കൾ നന്നായി ജീവിക്കണമെന്ന് മറ്റു പെണ്ണുങ്ങളെ ഉപദ്രവിക്കരുന്ന അമ്മമാരാണ് ഉപദേശിച്ചു കൊടുക്കേണ്ട. ആ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ വേറൊരു സ്ത്രീയെ, അതും അംഗപരിമിതിയായ ഒരു സ്ത്രീയെ വാവം വിളിക്കുന്നതാണ് നിന്റെ മോന്റെ കൂടെ അല്ലടി നീ സെക്സ് ചെയ്യുന്നത്. കാല് സുഖമില്ലാതെ വന്നതാണ്. പിന്നെ AC-യുടെ വെള്ളം പോകുന്നതിന് മുമ്പ് ഞാൻ പെടുത്തുന്നു. ഇതേ കാരണം പറഞ്ഞു കൊച്ചിനെ സ്കൂളിൽ ആളുകൾ ബുള്ളി ചെയ്തിട്ടുണ്ട്, കുട്ടികൾ. എനിക്ക് ഇവനെതിരെ പോക്സോ കേസ് കൊടുക്കാൻ പറ്റും, അറിയാമോ? ഇത്രയും നാണം കെട്ട നാറികളെ പോയി കാണാനിരിക്കുന്ന പെണ്ണുങ്ങൾ തന്നെയാണ് കുഴപ്പം. ഇത് കണ്ട് സുഖിച്ച് അറുമാദിച്ച് കുറെ എണ്ണം അതിന്റെ പിറകെ നടക്കുന്നില്ലേ, ഇവളുമാരാണ് കുഴപ്പം. മനസ്സിലായ? അസൂയ മൂത്ത് ഭ്രാന്ത് കയറിയ കുറെ തേമാരെയൊന്നും ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇതൊക്കെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ ഈ വേശയെ പറ്റി ഞാൻ പറയുന്നില്ല, അത് പിന്നെ പടുവേശ, മകളെ വിറ്റ് ജീവിക്കുന്ന പടുവേശ. ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും പറയണം, ഇതൊരു വലിയ സബ്ജക്റ്റാണ്. എന്നാലും ഞാൻ ചെറിയ രീതിയിൽ പറയാം. ചില നന്മ മരങ്ങളുണ്ട്, സൊസൈറ്റിയുടെ മുമ്പിൽ സാമാനം കൊണ്ട് കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്നൊരു നന്മ മര റോള് കാണിക്കുന്നുണ്ട്. പ്രളയം വന്ന ഉടനെ കുറെ പഴംതുണിയും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇവളൊക്കെ നമ്പർ 1 ഫ്രോഡുകളാണ്. ഫേസ് സൈക്കോളജി നോക്കിയാൽ അറിയാം. ഈ ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നിൽക്കുന്ന, അത് പ്രത്യേകിച്ച് അവരവരുടെ ചാനലിൽ കൂടെ ഞാൻ ഇത് കൊടുത്തേ, ഞാനിത് ചെയ്തേ എന്ന് പറയുന്നവളുമാരുടെ വീഡിയോ ശരിക്കും എടുത്തു വെച്ച് കണ്ടാൽ കൃത്യമായി മനസ്സിലാകും എത്ര വൃത്തികെട്ട സന്തതികളാണിതെന്ന്. ആ അഹങ്കാരം ഉണ്ടല്ലോ, ധാഷ്ട്യം, മാടമ്പിത്തരം, അത് അവരുടെ വീഡിയോസിലുണ്ട്. അത് കൃത്യമായി കേട്ടാൽ മനസ്സിലാവും. സൈക്കോളജി പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സൈക്കോളജിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാകും, അത് കൃത്യമായി മനസ്സിലാകും. അവര് ഫേസ് സൈക്കോളജി അതിനകത്തുണ്ടാവും. ഞാൻ അത് കൊടുത്തേ, ഇത് നിങ്ങൾക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മര്യാദ അങ്ങ് ചെയ്യുകയല്ലുള്ളൂ. വീഡിയോ കൊണ്ടുവന്ന് എനിക്കിപ്പോ ഒരാൾ ഒരു സഹായം ചെയ്യുന്നു, വീഡിയോ കൊണ്ടുവന്ന് സഹായം ചെയ്ത് ഇറങ്ങി പോടാന്ന് പറയുന്നു. ഞാനും അയാളും അറിയേണ്ട കേസാ. ഒരു 3rd പേഴ്സണെ കാണിച്ചുകൊണ്ട് ഇത് കൊടുക്കുന്നത് എന്തോ ഔദാര്യം കൊടുക്കുന്ന കണക്കല്ലേ? അത് വാങ്ങിക്കുന്നവന്റെ ഗതികേടെന്ന് ആലോചിക്കണം. ഒരാൾക്ക് ഭിക്ഷ കൊടുക്കണമെങ്കിൽ പോലും ആഹാരമാണ് കൊടുക്കുന്നത്, അത് വീഡിയോ എടുത്ത ആ ആഹാരം നമുക്ക് ഇറങ്ങും. നമ്മളോട് കാണിക്കുന്ന ഏറ്റവും നെറികെട്ട ഒരു പരിപാടിയാണത്. അപ്പൊ ഈ നന്മ മരങ്ങളെ പറ്റി പറയല്ലേ? നന്മ മരം എന്നൊരു ലേബൽ അറിയപ്പെട്ടാൽ അവൻ നല്ലവനായിരുന്നു. ഫിറോസ് കുന്നൻ എങ്ങനെ നല്ലവനായി? കേടുകെട്ട വൃത്തികെട്ട ഗുണ്ടയാണവൻ, പക്ഷെ അവൻ നന്മ മരവാ. അതേപോലെ തന്നെ മൽഹാരിണി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്. എന്താ മൽഹാരിണി ഇട്ടിരിക്കുന്നതെന്നറിയാം? ഈ ജോയിന്റ് ആകുന്നവരെല്ലാത്തിനും ക്രിമിനൽ കൂട്ടായ്മയാണ്. ആ മൽഹാരിണി ഇട്ടിരിക്കുന്നതാണ് ഞാൻ പിന്നെ തട്ടിപ്പും വെട്ടിപ്പും ദുബായിൽ നടത്തിയെന്നാണ്. ഈ തട്ടിപ്പും വെട്ടിപ്പും ദുബായിൽ നടത്തുന്ന ഒരുത്തീരെടുത്ത് നീ എങ്ങനെയടി വന്നത്? ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഉള്ളത് കൊണ്ടല്ലേ നിനക്ക് താമസിക്കാൻ വീട് വേണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നത്. ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ടല്ലേ നിനക്ക് വീട് വേണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് നീ വന്നത്. അവിടെ തട്ടിപ്പും വെട്ടിപ്പും ആണെങ്കിൽ നീ എന്തിനാ എന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ വരണം? അന്നത്തെ റെക്കോർഡാണ് ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അന്ന് നീ അതിജീവിതയല്ല, നീ ഇന്നാണ് അതിജീവിത.
നീ വല്ലവനും കവച്ചു കൊടുത്തിട്ട് അവന്റെ സുന ക്വേറി എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നതിനൊക്കെ നിന്നെ അതിജീവിതം എന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേറെ ആളെ നോക്കണോടി. നീ എന്തോ മൂക്കി വലിക്കൂന്നല്ലേ പറഞ്ഞത്? ഷെഫീനക്ക് ഒന്നല്ല ഒരു 500 കേസ് വരും. എങ്ങനെ കേസ് വരും എന്നറിയാമോ? നിന്നെയൊക്കെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നതിനാണ്. ആ കേസ് ഞാൻ നിസ്സാരമായിട്ട് ഊരിപ്പോരും. എന്തുകൊണ്ടെന്നറിയാമോ? തെളിവ് വെച്ചാ സംസാരിക്കുന്നത്. അതെന്റെ റൈറ്റാ. ആളുകൾക്ക് അത് അറിയാനുള്ള അവകാശവുമുണ്ട്, എനിക്കത് പറയാനുള്ള അവകാശമുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, കോടതി മുഖാന്തരം കിട്ടിയ സർട്ടിഫിക്കറ്റാ. അപ്പൊ എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. നീ കൊണ്ടുപോയി ഇൻഡാസ് ഉണ്ടാക്കി കൊണ്ടുപോവാ. നിന്റെ കോണാത്തിലേക്ക് കുത്തിത്തിരുകാനുള്ള ഇൻഡാസേ ഉള്ളൂ. ഷെഫീനാക്ക് ഇത് വെറും താഴത്തെ പൂടെയാണ്. ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. പന്ന ഡാഷ് മോളെ, നീ ഇല്ല ചെറുക്കന്റെ പുറത്ത് കയറിയാണെങ്കിൽ എന്റെ പുറത്ത് കയറാൻ വന്നാ ഉണ്ടല്ലോ. നിന്റെ ഫുൾ ചരിത്രവും A to Z റെക്കോർഡിക്കൽ എവിഡൻസും ഉണ്ട്. എടി നീ ഭയങ്കര ഡീസന്റ് ആണെങ്കിൽ നീ ഷംസുവിന്റെ അടുത്ത് ഈ കൊഞ്ഞി പറയണതിന്റെ റെക്കോർഡ് എന്റെ കയ്യിൽ എങ്ങനെ വന്നടി? നീ അതെനിക്ക് എങ്ങനെ കിട്ടിയടി? എവിടുന്ന് കിട്ടിയടി അത്? എവിടുന്ന് കിട്ടി എനിക്കത്? നീ ദുബായിൽ അപ്പോഴപ്പോഴാ വെടിവെക്കാൻ ഓടുന്നതിന് നീ ജോലി തേടിപ്പോയതാ. നിന്റെ ജോലി ഏതാണ്? നീ വെടിവെക്കാൻ പോയതാണ്. എന്റെ റൂമിൽ വന്നൊരു വെടിവെപ്പുകാരിയെ എന്റെ കൂടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞേ. അപ്പൊ ഞാൻ തട്ടിപ്പും വെട്ടിപ്പുള്ളാണെങ്കിൽ നിന്നെ എന്റെ കൂടെ നിർത്തിയാ പോരെ? എനിക്കത് എളുപ്പമല്ലേ? നിന്റെ വെടിവെപ്പിന് ഞാൻ കൂട്ടുനിന്നില്ല എന്നല്ലേ നിനക്ക് എന്നോടുള്ള ദേഷ്യം. പിന്നെ നീ കാണിച്ച സർവ്വ ഫ്രോഡുലന്റും ഉണ്ട്. ഞാൻ ആർക്കും ഇന്ന് എത്ര പേർക്ക് ഞാൻ ഇത് ചെയ്യാന്ന് പറഞ്ഞ ആരെയൊന്നും പൈസ വാങ്ങി ആരെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലടി. കടങ്ങൾ വാങ്ങിക്കും, അതില്ലാം തർക്കമില്ല. അത് ഞാൻ ഇപ്പോഴും വാങ്ങിക്കാറുണ്ട്. ഇത് താഴത്തെ കടയിലും പറ്റുണ്ട്. അതൊക്കെ ഉണ്ടാവും. പക്ഷെ പൈസ ഞാൻ അവിടെ കൊടുക്കാന്ന് പറഞ്ഞ് ഇവിടുന്ന് വാങ്ങിച്ച് അങ്ങോട്ട് ആ പരിപാടി എനിക്കില്ലടി. നാറി കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. നന്മ മരങ്ങൾ. എന്ത് നന്മയാണ് നീയൊക്കെ ചെയ്യുന്നത്? വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നാ പറയുന്നത്. നീയൊക്കെ ഫോട്ടോ പിടിച്ച് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ചെയ്യുന്ന നന്മ എന്തിനെന്നറിയാമോ? നീ നന്മ ചെയ്യുമെന്ന ഭാഗേന ബാക്കിയുള്ളവർ അയച്ചു തരും. അത് വെച്ച് നിനക്കൊക്കെ പുട്ടടിക്കാൻ. നിന്റെ കൊച്ചുങ്ങൾക്ക് ചെലവിന് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് ക്ഷമിക്കാം. ദൂർത്തിനും ആർഭാടത്തിനും വേണ്ടിയിട്ട് നന്മ മറ്റതാകുന്ന നന്മയോളികളെ ചെരുപ്പൂരിയാണ് അടിക്കേണ്ടത്. ഈ ബാല 10 പൈസ കൊടുക്കത്തില്ല. ബാലയുടെ നമ്പർ 1 കള്ളത്തരമാണ് അതാണ്. അവന്റെ കയ്യിലുള്ള പണം അവൻ കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും ഇതുപോലെ ഗുണ്ടകൾക്ക് പൈസ കൊടുക്കാനുമാണ്. വ്യക്തമായ എവിഡൻസ് ഉണ്ട്. ബാല പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് ആ വായ്ത്താളം അടിക്കുന്ന വളി പറഞ്ഞതിന്റെ റെക്കോർഡുണ്ട് കുട്ടികളുടെ കയ്യിൽ. പോരെ? ഇതിൽ കൂടുതൽ തെളിവെന്താ വേണം? ആ മകൾക്ക് എനിക്കറിയാം. എനിക്ക് എന്റെ കുഞ്ഞ് സ്കൂളിൽ പോകാതെ കയറി നിന്ന ഒരു അവസ്ഥ എനിക്ക് ഞാൻ അനുഭവസ്ഥയാണ്. ഈ പട്ടിക്കൂട്ടങ്ങൾ കടന്ന് കുരയ്ക്കുന്നതിന്റെ ആഫ്റ്റർ എഫക്ട് അനുഭവിക്കേണ്ടി വരുന്ന എന്റെ കുട്ടി. ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ കുഴപ്പമില്ല. എനിക്കിപ്പോ ബോട്ടിനെ പോലെ എനിക്കൊരു കേസുണ്ട്, ഞാൻ ഒരു തട്ടിപ്പുകാരിയാണ്, എന്റെ കുഞ്ഞത് കേൾക്കുന്നെങ്കിൽ അർഹിക്കുന്ന കേൾപ്പാണത്. അർഹിക്കുന്നുണ്ട്. അവളുടെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ നാണക്കേട് ഉണ്ടാവില്ല. കാരണം അവൾ അങ്ങനെ പിഴച്ച ജന്തുവാണ്. ഞാൻ എന്റെ പേർക്ക് അങ്ങനെ ഒരു കേസുമില്ല, ഒന്നുമില്ല. ഞാൻ ദുബായിൽ നിന്ന് ഓടിച്ച്, ഞാൻ വേശ്യാവൃത്തിയിലാണ്. ഇതൊക്കെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും അറിയാമോ? എന്റെ കുട്ടിക്കൊരു റൈറ്റ്സ് ഇല്ലേ? അവൻ സൂയിസൈഡിന് ശ്രമിച്ചു എന്നാ പറയുന്നത്. ഇവറ്റകള് കാരണം അവൻ ശ്രമിക്കേണ്ടി വരും. അപ്പൊ എന്റെ കുഞ്ഞിന് അത് അനുഭവം ഉള്ളത് കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം സ്കൂളുകളിൽ എന്ത് പറയുന്നു. നമുക്ക് കുട്ടികളെ പോയൊന്നും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരും. ഈ പറയുന്ന കുട്ടി അതും കുഞ്ഞുങ്ങളല്ലേ, നമ്മുടെ പ്രായത്തിൽ, നമ്മുടെ കൊച്ചിന്റെ പ്രായത്തിലുള്ള കുട്ടികളല്ലേ. നമുക്ക് അതുങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടാണ് പ്രിൻസിപ്പലിന്റെ അടുത്ത് കയറി കാര്യം പറയേണ്ടി വരുന്നത്. എത്രമാത്രം ഞങ്ങളിങ്ങനെ പൊതിഞ്ഞ് പാമ്പർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നിട്ടും പാമ്പർ ചെയ്ത് നിർത്തേണ്ടി വരുന്നുണ്ട്. അത് ഗതികേടെന്ന് ആലോചിച്ച് നോക്കിയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ നിൽക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ബുള്ളി ചെയ്യേ. നീ ഈ കുട്ടി എങ്ങനെയും ജീവിച്ചു പോട്ടെന്ന്, അതിന് എന്തെങ്കിലും ഒരു വരുമാനം വന്നോട്ടെ. ഇവനങ്ങ് കടിയാണ്. അവള് രക്ഷപ്പെടുന്നത് ഇഷ്ടമില്ല. അവള് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, അത് കേൾക്കാൻ വയ്യ. ഉപേക്ഷിച്ച് വേറൊരാളെ കല്യാണം കഴിച്ച് എന്നിട്ട് അവൻ അവളെ പിറകെ പോകുന്ന എന്തടിസ്ഥാനത്തിലാണ്? വേറെ കുറെ അലവലാദികളുടെ കമന്റ്സ് കണ്ടു. എന്താ അവനൊരു ചാൻസും കൂടെ കൊടുത്തൂടെ? എന്നാ നിന്റെ അമ്മയെ കെട്ടിച്ചൂട്, നിന്റെ അമ്മച്ചിക്ക് ഒരു അവസരം കൊടു ബാലയ്ക്ക് വേണ്ടിയിട്ട്. അല്ല നീ ആ പെണ്ണിന്റെ തലയിൽ കയറാൻ വരണ്ട. ബൾഗർ സെക്സ് ചെയ്യുന്നത് അതിന്റെ ഒരു അവസ്ഥ അറിയാമോ? 2 പേര് തമ്മിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് സെക്സ്. അതിനകത്തൊരു മര്യാദ ഉണ്ടാകണം. എന്നാൽ മാത്രമേ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലുണ്ടാകുന്ന വേദനയും വിഷമവും എന്താണെന്ന്, ഈ സെക്സ് എന്നൊക്കെ പറയുന്നത് അത്രത്തോളം ഇന്റിമേറ്റ് ആയിട്ടുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ചെയ്യാനൊക്കത്തില്ല. വെയിറ്റ്, നിങ്ങൾ ഒരുപാട് തെറ്റ്. എന്താടി ഞാൻ ചെയ്ത തെറ്റ്? നീ ഒന്ന് പറഞ്ഞേടി കേക്കട്ടെ. നിന്റെ മാപ്പിളയെ കയറി പിടിച്ചാടി ഞാൻ? എന്ത് തെറ്റാടി ചെയ്തേ? മറ്റുള്ളവർ എന്തോന്ന് ദ്രോഹിച്ചടി? ആരാടി ദ്രോഹിച്ചത്? നീ ഒന്ന് കാണിച്ചു തന്നെ ദ്രോഹിച്ച ആളുടെ നമ്പർ എന്ന്. അങ്ങ് തോന്നി മാസം അങ്ങ് വിളിച്ചു പറയണം. എന്തുവാടി ദ്രോഹിച്ചേ? എന്താടി ദ്രോഹിച്ചേ? എന്ത് ദ്രോഹമാടി ചെയ്തേ? നീ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. എന്താടി ഞാൻ ചെയ്ത ദ്രോഹം? എങ്കിലും നിങ്ങൾക്കെതിരെ കമന്റ് ഇട്ട ഉടനെ ബാഡ് വേർഡ്സ് പറഞ്ഞ് അവരെ അടിക്കാൻ നോക്കുന്നു. നിങ്ങൾ പുരോഗമനവാദിയായ സ്ത്രീ, ആദ്യമേ സ്വയമേ നേരെയാവാൻ നോക്കി, എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ നോക്ക്. മിസ്റ്റർ സജു കോശി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവള് തെളിവ് വയ്ക്കണം. ചുമ്മാ ഇരുന്നുകൊണ്ട് പറയരുത്.
തെറ്റ് ചെയ്തെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇപ്പൊ ബാലയ്ക്കെതിരെ പറയുന്നു, ബാലയെ ഞാൻ ദ്രോഹിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ, കേൾക്കാൻ കൊള്ളാം. നീ അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിനക്കും അത് തന്നെ തരും. ഇവിടെ പറയണ വിഷയം വേറെ വർത്തമാനം പറഞ്ഞു. ഞാൻ ആരെ ദ്രോഹിച്ചെന്നൊന്ന് പറ. ഈ ഫിജോ ജോസഫോ 47ഓളം കേസിലെ പ്രതിയായ ആളുകളെ തട്ടിക്കുകയും വെട്ടി നിങ്ങൾ എന്നെ ഞാൻ ദ്രോഹിക്കുന്നെന്ന് പറഞ്ഞേ. അവിടെ നടന്ന ടെക്സ്റ്റൈൽസിന്റെ കാര്യം, എത്ര കുട്ടികൾക്ക് പൈസ കൊടുക്കാതെ 26ഓളം കുട്ടികൾ റോഡിൽ ഇറങ്ങിയെന്ന് കരുതുന്ന 26ഓളം വരുന്ന കുട്ടികൾക്കില്ലാത്ത വേദനയാണോ ആ ഒരു സ്ത്രീക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്? ഇതിനാണോ ഞാൻ ദ്രോഹിച്ചെന്ന് പറയുന്നത്? എന്റെ വീട്ടുകാർ വന്നോ, എന്റെ ഭർത്താവ് വന്നോ, എന്റെ കുടുംബക്കാരെങ്കിലും വന്ന് പറഞ്ഞോ ഞാൻ അവരെ ദ്രോഹിച്ചെന്ന്? ഉണ്ടോ? എനിക്ക് ചുറ്റുമുള്ള ആരെങ്കിലും വന്ന് പറഞ്ഞോ ദ്രോഹിച്ചെന്ന്? പാതിരാത്രിക്ക് 3 മണിക്ക് ഒരു പൊടി കുട്ടിയെ കൊണ്ട് ഇവിടെ കയറി വന്നോളെ ഇറക്കി വിട്ടതായിരുന്നെങ്കിൽ ദ്രോഹം എന്ന് പറഞ്ഞേനെ. ഇവിടെ ചേർത്ത് നിർത്തി 9 ദിവസം ചാപ്പാട് കൊടുത്തേനോടോ ഞാൻ ചെയ്ത ദ്രോഹം? അത് പറയുമ്പോ ദേഷ്യം വരത്തില്ലയോ? മിണ്ടായിരിക്കണമോ? അത് തന്റെ വീട്ടിലുള്ളവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് വന്ന് പോക്കൃത്തരം വേണം നേരിട്ടാണെങ്കിൽ അടിച്ച് പൊട്ടിച്ച് വിടുകയും ചെയ്യും ഷെഫീന. കുറെ ദിവസമായി ഞാനിത് കേൾക്കുകയാണ്. ദ്രോഹിച്ചു, കൊള്ളത്തില്ല. എന്താണോ ഞാൻ കൊള്ളാത്തത്? താൻ എന്നെ കൊണ്ടുവന്ന് പരിശോധിച്ചു നോക്ക്. ഞാൻ ധൈര്യമായിട്ടല്ലേ പറയണത്. നീ ബയോളജിക്കൽ ടെസ്റ്റ് നടത്തടാ. ഞാൻ 2 കല്യാണം കഴിച്ചതിൽ കൂടുതൽ 2 പേർക്ക് അപ്പുറമല്ലാതെ ഒരുത്തന്റെ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ നീ തെളിയിക്കടാ. അതിൽ കൂടുതൽ ഒരു പെണ്ണെന്താ തുറന്നു പറയേണ്ടത്? നീ വേശിയാണെങ്കിൽ തന്നെ ഞാൻ തുറന്നു പറയടാ ഞാൻ വേശിയാണെന്ന്. എനിക്കതിനകത്ത് ഒരു മടിയില്ലാത്ത സ്ത്രീയാണ്. അത് തന്നെയാണ് പുരോഗമനവാദം. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടമുള്ളവരോടൊപ്പം സെക്സ് ചെയ്യും. പക്ഷെ ചെയ്യാത്ത കാര്യം പറയരുത്. ചുമ്മാ ഇരുന്നോണ്ടൊക്കെ വായ്ത്താളടിക്കണം. മകളെ സ്വന്തം മകളെ കൂട്ടി കൊടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ ഷെഫി, എനിക്ക് മറുപടിയുണ്ട്. മകളെയാണ് കൂട്ടി കൊടുക്കുന്നത്. ഞാൻ കണ്ടതല്ലേ, ഞാൻ വിറ്റ്നസ് അല്ലേ. ഗർഭം അലസിപ്പിക്കാൻ ഞാനല്ലേ പൈസ കൊടുത്തത്? എനിക്ക് അറിഞ്ഞൂടെ? കൊടുത്ത റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. നീ എന്ത് കോണാത്തിലെ വർത്താനാ പറയുന്നേ? നിങ്ങൾക്ക് ഇതേ പറയാൻ അറിയാവുള്ളൂ. പ്രതികരിക്കുന്നവരെ കാണുമ്പോ നിനക്കൊക്കെ എവിടെ ഞൊളയുന്നു. പിന്നെ നിന്റെയൊക്കെ കുത്തു വർത്താനം പറഞ്ഞേനാ കണക്കായി പോയടാ. 10ഉം 14ഉം കെട്ടിക്കൊണ്ട് നടക്കുന്നതിനെ പിന്നെ ദൈവം ഒന്നും പറഞ്ഞുകൊണ്ട് നടക്കാൻ നീയൊക്കെ കൊണ്ടു നടന്നാ മതി. ഷെബീനൊക്കെ നല്ല സൗകര്യമില്ലടാ കൊണ്ടു നടക്കാൻ. നല്ല സൗകര്യമില്ല. എനിക്ക് എന്റേതായ നിലപാടുകളുണ്ട്. അതിൽ ഞാൻ ശക്തമായി ഉറച്ചിരിക്കുന്ന സ്ത്രീയാണ്. നിന്നെയൊക്കെ പോലെ 2ഉം കെട്ടി ജീവിക്കുന്ന തള്ളയുടെ മോളല്ല. മനസ്സിലായ? അത്തരം പോക്കൃത്തരങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞാൽ തിരിച്ച് അതേ നാണയത്തിൽ അടി തന്നെ കിട്ടും. തെളിവ് പോയടാ. നീയൊക്കെ ആരെയാടാ ദ്രോഹിച്ചത്? തെളിവുകൊണ്ട് മിണ്ടാതിരിക്കണം. പിന്നെ നീയൊക്കെയല്ലേ എനിക്ക് ചെലവിനെന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. നിന്റെയൊക്കെ മറുപടിയും കേട്ട് ഞാൻ മിണ്ടാതെ അങ്ങോട്ട് കൊണയടിച്ചോണ്ടിരിക്കുക. ഈ ജാസ്മിൻ എന്ന് പറയുന്ന പെണ്ണിനെ ഞാൻ എന്തോന്ന് ഇതാണ്. പിന്നെ ഇല്ല മുംതാസിന്റെ കേസാ. എടോ ക്ലബ് ഹൗസിൽ ഇപ്പോഴും കിടപ്പുണ്ട് അതിന്റെയൊക്കെ റെക്കോർഡിക്കൽ എവിഡൻസ്. പോയി നോക്കുക. എന്റെ കുഞ്ഞ് ഞാനും കൂടെ സെക്സ് ചെയ്യണമെന്ന് അവളാണ് പറഞ്ഞിട്ടുള്ളത്. റെക്കോർഡ് അവിടെ കിടക്കുകയാണ്. ഒരു 100 പേര് വിറ്റ്നസ് ആണ് അതിനകത്ത്. എത്രയോ മനുഷ്യര് കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിനകത്ത് അവളിരുന്നോണ്ട് കുരച്ചപ്പോ അവിടുത്തെ ആണുങ്ങളാണ് കയറി അവളെ തെറി വിളിച്ചത്. എഴിച്ച് പേർത്തിട്ട് പോടി ആ സ്ത്രീയെ പറ്റി പറയാതെ എന്ന്. ഞാൻ പൊളിറ്റിക്സാ പറയുക, ചരിത്രമാ പറയുക, അല്ല വൃത്തികേട് പറയാറില്ല. ഇത് എന്റെ മോന്റെ ഫോട്ടോ ഉൾപ്പെടെ അവളുടെ പ്രൊഫൈലിൽ വെച്ചിട്ട് ഞാനും കൊച്ചും കൂടെ സെക്സ് ചെയ്യുന്ന അവൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഇളയ കുഞ്ഞ് സൂയിസൈഡിന് ശ്രമിച്ചു എന്ന് പോക്കൃതരം പറഞ്ഞ നാറികളാണ്. താനൊക്കെ എന്റെ സ്ഥാനത്ത് വന്ന് നിൽക്കണോടോ? കാലങ്ങളായി 8-9 മാസത്തോളമായി സൈബർ അറ്റാക്കാണ്. ഇത് കേട്ട് മിണ്ടാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ വേണ്ടിയില്ല. നീയൊക്കെ പറയണ ഞാൻ കേട്ടോണ്ടിരിക്കുക. ഒരു തെറ്റും ചെയ്യാതെ നിത്യേന ഇത് കേൾക്കുകയാണ്. ഇത് എത്ര പ്രാവശ്യമായി വീണ്ടും 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 പറയുന്നത്. സൈജു കമന്റ് ഇടുന്നതിന് മുമ്പ് അത് കറക്റ്റാണ്. ഇത് യവന്മാർക്കങ്ങ് ഇട്ടാ മതിയല്ല. എന്ത് തോന്നിവാസോ പറയും ഷെഫീന ഇരുന്നങ്ങ് കേൾക്കും. തിരിച്ച് മറുപടി പറയുമ്പോ നോവുന്നു. പാതിരാത്രി ഒരാൾ ഒരു 10-11 മണിയാകുമ്പോ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വഞ്ചി ലൈവ് വന്നിരുന്ന കളിക്കാൻ തരുമെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ഇല്ല മോനെ ഇനി വാന്ന് പറയണോ? തെറി വിളിക്കൂലേ പിന്നെ അവനെ? അത് ദ്രോഹമായിട്ടാണോ നിനക്ക് തോന്നിയത്? നിന്റെ അമ്മയുടെ അടുത്ത് ആരെങ്കിലും പാതിരാത്രി ഇതുപോലെ ഫോൺ വിളിച്ച് കളിക്കാൻ തരുമെന്ന് ചോദിച്ചാൽ മിണ്ടായിരിക്കുമോ നീ? ടെമ്പർ ലൂസ് ആവത്തില്ലേ? ഇന്നലെയും മെനങ്ങാന്നുമായിട്ട് എനിക്ക് വരുന്ന ഫോൺ കോൾസിന് ഒരു കണക്കുമില്ല, അറിയാമോ? എന്ന് ഈ ബാലയുടെ വിഷയം എടുത്തോ അന്ന് തൊട്ട് എനിക്ക് ഫോൺ കോൾസിന്റെ ബഹളമാണ്. ഞാൻ സൈലന്റ് ആക്കി ഇട്ടിരിക്കുകയാണ്. ഇമ്പോർട്ടന്റ് കാള് പോലും ഞാൻ എടുക്കാറില്ല. സൈലന്റ് ആണ്. എന്ത് ടോർച്ചറാണ് അയാൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാത്തതെന്ന്. ബാല ഇനിയും അവർക്കെതിരെ സംസാരിക്കില്ല, അവരെ ഉപദ്രവിക്കില്ല. എന്താണ് ഉറപ്പ്? സത്യം. നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയ ഇരുന്ന് സംസാരിച്ചിട്ട് മാത്രം കാര്യമുണ്ട്. നിയമപരമായി അവനെ പൂട്ടാനുള്ള ചെയ്യുന്നുണ്ടോ? കുട്ടികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർക്ക് പേടിയാണ്. പിന്നെ പേയ്മെന്റ് നിങ്ങൾ കൊടുക്കൂ. വക്കീലന്മാർക്ക് കാശ് കൊടുക്കണ്ടേ കുട്ടികളെ? അതെവിടുന്ന് കൊടുക്കും? അവർ ജോലി ചെയ്ത് ജീവിക്കാൻ പാടുപെടുന്നവർ എവിടുന്ന് വക്കീലന്മാർക്ക് കാശ് കൊടുക്കും? The court order, your lawyer called you an online journalist. The court just quoted what your advocate said. The court did not call you an online journalist. Please tell the truth to your subscribers. Shaju John, exactly. The court order, your lawyer called you an online journalist. എന്റെ ലോയർ നാളെ ജേർണലിസ്റ്റ് അവിടെ ചെന്നിട്ട് പറയുന്നത് മൈ ക്ലയന്റ്, എന്റെ ഭാഗത്തുള്ള റെസ്പോണ്ടന്റ് അവരൊരു വേശിയാണ്. ഉടനെ കോടതി വേശി എന്നങ്ങ് എഴുതി തരുമോ?
എടാ എഴുതരൂ? ഇല്ലല്ല. ജേർണലിസ്റ്റ് ആണ് എന്ന് പിന്നെ അഡ്വക്കേറ്റ് പറഞ്ഞാൽ അവർ അന്വേഷിക്കത്തില്ലേ? അവർക്കത് ബോധ്യപ്പെടണ്ടേ? കോടതിയുടെ അടുത്ത് ചെന്നിട്ട് ഞാനൊരു കൊലപാതകിയാണ് എന്ന് പറഞ്ഞാൽ ഉടനെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കൂ? എന്താണ് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് പറഞ്ഞിട്ട് അവർ ഓൺലൈൻ ജേർണലിസ്റ്റ് അല്ല, അവർ കള്ളിയാണ് എന്ന് അപ്പുറത്ത് നിന്ന പുലിക്കുട്ടിയായ സ്ത്രീ പറഞ്ഞു കൊടുത്തിട്ട് എന്തുകൊണ്ട് കോടതി അത് എടുത്തില്ല? കോടതി നന്നായിട്ട് നോക്കിയപ്പോൾ ഞാൻ ഓൺലൈൻ ജേർണലിസ്റ്റ് ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് വന്നത്. എന്റെ വക്കീല് പലതും പറയും. എന്റെ വക്കീൽ വേണമെങ്കിൽ ഞാൻ ജഡ്ജിയാണെന്ന് പറയും, കളക്ടറാണെന്ന് പറയും. അതൊക്കെ അയാളുടെ നാക്കിന്റെ വൈപുണ്യം. അത് അയാൾ അങ്ങോട്ട് പറഞ്ഞു. അത് ഉടനെ കോടതി എടുക്കൂ? കാലങ്ങളായി ഞാൻ ചെയ്യുന്ന എന്റെ എല്ലാ ഫേസ്ബുക്ക് ആയാലും എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്തു നോക്കിയാലും ഐ ആം എ റെസ്പോൺസിബിൾ ജേർണലിസ്റ്റ് എന്നുള്ളത് വ്യക്തമാണ്. ആൻഡ് ഐ ഹാവ് സോളിഡ് സർട്ടിഫിക്കറ്റ്. അതുകൊണ്ടാണ് കോടതി അങ്ങനെ വിളിച്ചല്ല. ചുമ്മാ നീ നാളെ രാവിലെ ചെന്നിട്ട് നീ പറ, ഈ പറയുന്ന ഷാജു ജോൺ അവിടെ ചെന്ന് പറ ഫേക്കാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. എന്താ പറയണ്ടേ? ഞാൻ ഒരു ജേർണലിസ്റ്റ് ആണ്. നിന്നെ ഉടനെ ജേർണലിസ്റ്റ് എന്ന് സർട്ടിഫിക്കറ്റ് തരുവോടാ? സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലായിട്ടുണ്ട്. സംശയമുള്ളവർ ചോദിക്കട്ടെ. ഇവന് നല്ലൊരു അടിയുടെ കുറവുണ്ട് ചാറ്റിൽ. എടി ഫിജോ, നിന്നെ കണക്ക് 10ാം ക്ലാസ് തോറ്റിട്ട് മാധ്യമ പ്രവർത്തക എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നോളല്ല ഷെഫീന ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ അവിടുന്ന് ദീപിക ദിനപത്രത്തിൽ, അതായത് അവിടുത്തെ മിഡിൽ ഈസ്റ്റ് വേർഷനിൽ സർട്ടിഫിക്കറ്റോട് കൂടി ജോലി ചെയ്ത വ്യക്തിയാണ്. അപ്പൊ ചുമ്മാ അത് അവിടെ പ്യൂണായിട്ടല്ല ഷെഫീനക്ക് ജോലി കിട്ടിയത്, മനസ്സിലായ? അതിന് നമ്മൾ അവിടെ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് അവർ കാർഡ് അടിച്ചു തരും, ലേബർ കാർഡ്. ആ ലേബർ കാർഡിൽ ഷെഫീനയുടെ ഡെസിഗ്നേഷൻ എന്താണെന്നുണ്ട്. നീ ഇതുപോലെ ഇരുന്ന് കരയ്ക്കാനും പുതിയ പുതിയ ഐഡിയകളിൽ വന്ന് കുരയ്ക്കാനുമേ പറ്റുള്ളൂ, കേട്ടാ? ആ കുരച്ച് ഇത് എഴുതിയിട്ടിരിക്കുന്ന നിന്റെ മോളാണെന്ന് എനിക്കറിയാം. നിന്റെ മോക്ക് ഇതാണ് പരിപാടി. എന്റെ കൊച്ചിനെ അങ്ങനെ ഞാൻ വിട്ടു വളർത്തിയില്ല. അവിടെ ഞാനുണ്ട്. ഞാൻ കൊച്ചുങ്ങളെ യുദ്ധത്തിനല്ല ഇറക്കുന്നത്, ജോലി ചെയ്യാനും അവരുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് ഇറക്കുന്നത്. എന്റെ കുഞ്ഞ് അങ്ങനെയാ, എബിലിറ്റി അവിടെയുണ്ട്, മനസ്സിലായ? ചത്തുടേടി ഇങ്ങനെ പിറകെ നടന്ന് നൊയിന്ന് കുറെ നാളുകൊണ്ട് നീ കരയുന്നല്ലേ? 5-6 കൊല്ലായില്ലേ പിറകെ നടന്ന് കരച്ചിലോ എവിടെയെങ്കിലും എത്തിയ ഏതെങ്കിലും അറ്റം പറ്റിയോ? ഞാൻ അപ്പോഴും ആ നിലയിൽ തന്നെ നിൽപ്പുണ്ട്. നീയോ? കഴിഞ്ഞ വർഷവും ഈ വർഷം ഡിസംബറിലും ഒക്കെ തന്നെ കേസുള്ള കൂട്ടിക്കൊടുപ്പുകാരിയായ നിന്നെ ഇനി ഞാൻ ഇതിൽ കൂടുതൽ എന്ത് പറയാനടി? ഇതൊക്കെ പബ്ലിക്കിൽ തന്നെ കിടക്കുന്നില്ലേ? എന്തുകൊണ്ടത് കിടക്കുന്നു? ഇത് മാറിയ? ഇല്ലല്ല. തെറ്റ് പറ്റിയെന്ന് ഏതെങ്കിലും ഒരു വാർത്താ ചാനൽ വന്ന് പറഞ്ഞ നീ ചെയ്ത തെറ്റെന്താണെന്ന് അതിനകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നില്ലേ? ഷെഫീനയുടെ പേരിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലല്ല. നീ കൂലിപ്പടയെ വെച്ച് പല കോലങ്ങളും പറയുന്നല്ല, നിനക്ക് ഇതുവരെ തെളിയിക്കാൻ പറ്റിയ? ഇല്ലല്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? അങ്ങനെ ഒരു സാധനമില്ല. അവസാനം നീ നിന്റെ പുലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരു വാണത്തിനെ അവിടെ കൊണ്ടുവന്ന് ആ വാണത്തിനെ കൊണ്ട് കോടതി വരെ സമ്മതിപ്പിച്ചിട്ടുണ്ട് ജേർണലിസ്റ്റ് ആണെന്ന്. ഇനി നീയാണ് നാറം, പോയി ചത്തൂടി. ഒരു സാധാരണ സ്ത്രീ പോലും ഭർത്താവ് തല്ലുകയോ അടിക്കുകയോ ഇതുപോലെ മർദ്ദനങ്ങൾ ഏൽപ്പിക്കുകയോ ചെയ്ത പരാതി കൊടുക്കുന്നു. ഇത്രയും ഫെയിമും പൈസയും ഉള്ള അമൃത അത് പറഞ്ഞില്ലേ? സെക്സ് വീഡിയോ ഉണ്ടെന്നോ അവന്റെ കയ്യിൽ? അതാണ് ഷെഫീനയുടെ അഡ്വക്കേറ്റ് അവരെ ഓൺലൈൻ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞത് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് പറഞ്ഞത് ശരിയെന്നല്ലേ കോടതി പറഞ്ഞത് ശരി? അതാണ്. അത് അറിയത്തില്ലാണ്ടല്ല, വന്ന് ഇങ്ങനെ പറയുമ്പോഴേ ഒക്കുള്ളൂ. അത് ഷാജു ജോൺ എന്നുള്ളത് ഫേക്ക് ഐഡിയാണ് ലവളുടെ ഇന്ന് കുരയ്ക്കുന്നത്. അമൃത ചേച്ചിക്ക് പരാതി കൊടുത്തൂടെ? അവരെ പേടിപ്പിച്ചു വെച്ചേണടേ. ആ പേടിപ്പിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. പടം കാര്യമായി ഇല്ലാത്ത ബാലയ്ക്ക് എവിടെ നിന്നാണ് ഇത്ര പണം? സ്വാധീനം. സംവിധായകൻ ശിവയുമായി നല്ല ബന്ധമാണ് അയാൾക്കുള്ളത്. ജോൺസൺ മാവുങ്കലുമായിട്ട് സൗഹൃദമുള്ളതല്ലേ? എല്ലാ ക്രിമിനലുകളുമായിട്ടും എനിക്ക് ഇടപാടുണ്ട്. അയ്യ നിന്നിവിടെ വെച്ചാൽ നീ കോപ്പ് പറയും. എനിക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ കൂടുതൽ നീ ഫേക്കിൽ വന്ന് ഉണ്ടാക്കാതെ നിന്റെ റിയൽ ഐഡിയിൽ വാ. നിന്റെ റിയൽ ഐഡിയിൽ വന്ന് നീ കൊണവണ എഴുതി വെക്കും. നിനക്കിപ്പോ ചാനൽ റീച്ച് കൂട്ടാനും ചാനലൊന്ന് ഡെവലപ്പ് ചെയ്യാനും ഷെഫീന വേണം. അയ്യോ അതൊക്കെ നീ ചെയ്തു. നീ അവിടെ ഡെയിലി ഇരുന്ന് കുരയ്ക്കുന്നില്ല, ഏതെങ്കിലും പട്ടി തിരിഞ്ഞു നോക്കുന്ന. എന്തുകൊണ്ടാണ്? ജനത്തിന് മനസ്സിലാക്കും. കോടതിക്ക് മനസ്സിലാക്കി പിന്നെ ജനത്തിന് മനസ്സിലാവാൻ വലിയ പാടൊന്നുമില്ല. ഞാൻ ആർക്കെതിരെ എന്തെങ്കിലും ഒന്ന് തൊഴിലെടുത്ത് അവരെ അങ്ങോട്ട് നന്നാക്കാനും അവരെ ബൂസ്റ്റപ്പ് ചെയ്യാനും ഇല്ലാക്കാതെ ഉണ്ടാക്കാൻ. എന്തുകൊണ്ട് ഇല്ല പെണ്ണിനെ, സീതത്തോടുള്ള പെണ്ണിനെ തൂക്കിയുണ്ട്. അവളടുത്ത് എന്ത് പറഞ്ഞു, അവൾ എന്ത് കേട്ടു, ഞാൻ അതോടെ വിട്ടു. അവളെ ഇപ്പം നശിപ്പിക്കുന്നു. അവള് ക്രിമിനൽ ആണെങ്കിൽ ഞാൻ നശിപ്പിക്കും, അതിനകത്ത് തർക്കവേ വേണ്ട. ആരാണെന്ന് പറഞ്ഞാലും ക്രിമിനൽ ആണോ, ജനങ്ങളെ പറ്റിക്കുന്നെന്ന് മനസ്സിലായോ? ഷെഫീന അതിനെതിരെ മൈക്ക് എടുത്തിരിക്കും. അത് തർക്കിക്കേ വേണ്ട. നീ ഇനി ഉച്ചകുത്തി മറിഞ്ഞാലും എന്റെ ശബ്ദം നിലയ്ക്കാമെന്ന് അല്ലെങ്കിൽ നിർത്തിക്കാമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നടക്കുന്ന കേസല്ലടി. ഇത് എന്നെ വേറെയാ, ജനിസ് വേറെയാ, പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ള. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തൊന്നും താമസിക്കുക, ഇവിടെ തന്നെ വന്ന് താമസിക്കണം. നീ മൂക്കി വലിക്കുന്ന എനിക്കൊന്ന് കാണാനാണ്. നിന്നെ കൊണ്ട് ചൊറിയാൻ പറ്റും, അതെനിക്ക് മനസ്സിലായി. നിന്റെ ചൊറിച്ചിൽ എനിക്ക് മനസ്സിലായി. അതിന് തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു തരും.
മനസ്സിലായ? അതേ നടക്കുള്ളൂ. പുണ്ണു പുഴുത്ത് അപ്പം വരെ പുഴുത്തിട്ട് മതിയാവാത്തൊരു ഭ്രാന്തി. അവരുടെ വീഡിയോ ഉണ്ടെങ്കിൽ പോലും അവരുടെ സമ്മതമില്ലാതെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണെങ്കിൽ അവർക്ക് പരാതിപ്പെട്ടൂടെ? അത്രയും വിവരം അതിനുണ്ടാവില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയ നിൽക്കുന്നവരും അല്ലെങ്കിൽ ഈ ഫെയിമിൽ നിൽക്കുന്നവർക്കൊക്കെ ഈ ക്വാളിറ്റി ഉണ്ടെന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും എല്ലാത്തിനും ഇപ്പൊ തന്നെ നമ്മളൊക്കെ എത്ര പറഞ്ഞിട്ടാണ് ഇതൊന്ന് വായ തുറന്നതെന്നറിയാം. അത് ഭയങ്കര പേടിത്തൂറി കൊച്ചാ, ഭയങ്കര പേടിത്തൂറിയാ. ഇത് നമ്മൾ സുധീർ വക്കീൽ എന്ന് പറഞ്ഞാൽ മാസീവാണ്, അയാൾ ഹൈക്കോടതിയിലെ മെയിൻ ആളാണ്. അത്രയും സ്ട്രോങ് ആയ ഒരു വക്കീൽ കൂടെ ഉണ്ടായിട്ട് അവർക്ക് വാ ഉറക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ അന്ന് വക്കീല സംസാരിക്കുന്നത്. നിങ്ങൾ കണ്ടുവെക്ക് പഴയ വീഡിയോ. അന്ന് ഞങ്ങൾ എത്ര ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണെന്നറിയാം അത് പറഞ്ഞത്. മോളെ, ഇത് പറയാതിരുന്ന നിനക്ക് നാളെ വീണ്ടും പ്രശ്നങ്ങൾ വരും. ഇത്രയും വലിയൊരു നല്ല ഡോക്യുമെന്റ് ഇരുന്നിട്ട് നീ വായി തുറക്കാതിരിക്കല്ലേ. എന്നിട്ടും മിണ്ടാതിരുന്നവള് വക്കീലിനെ കൊണ്ട് പറയിച്ചു. എന്താന്ന് വെച്ചാൽ നിയമത്തിനെതിരെ പോയാൽ പ്രശ്നം ഭയപ്പെട്ടിട്ട് തന്നെയാണ്. നിങ്ങൾക്കെതിരെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ അവരുടെ ഫേക്ക് ഐ ഡി, നിങ്ങൾ മാത്രം സത്യസന്ധമായ കൊലശ്രീ, അത് തന്നെ. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഇവിടെ വന്നിത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ വേറെ ആരും വന്നിത് പറയേണ്ട കാര്യമില്ലല്ലോ. വേറെ ആർക്കാണ് ഇപ്പൊ ഇതിന്റെ ആവശ്യം എന്താണ്? ഇപ്പൊ അതിനുള്ള മറുപടി മറ്റൊരാൾ എഴുതിയിട്ടപ്പം സമാധാനമായില്ലേ? കോടതി പറഞ്ഞെങ്കിൽ, കോടതി അംഗീകരിച്ചെങ്കിൽ, കോടതിക്ക് ബോധ്യപ്പെട്ടെന്ന് പറഞ്ഞില്ലേ? നീ അതിപ്പോ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ചർച്ചാ വിഷയത്തിൽ അത് കൊണ്ടുവരേണ്ട കാര്യം എന്തുവാ? അതിന് ഒരു വലിയ വീഡിയോ തന്നെ ഇട്ടങ്ങ് പറഞ്ഞില്ലേ? പിന്നെ ഇനി അതിനകത്ത് അത് കൊണ്ടുവന്ന് പറയേണ്ട കാര്യം എന്തോ? ശരി, ഞാൻ ജേർണലിസ്റ്റ് അല്ലെന്ന് തന്നെ വെച്ചോ. ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് പറയാനുള്ള അധികാരമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ? പക്ഷെ കോടതിയും കൂടെ അംഗീകരിക്കുമ്പോൾ ജേർണലിസ്റ്റ് ആണോ അല്ലയോ? കൂടുതലൊരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാത്തത്. ഇപ്പൊ ഫിജോ ജോസഫിനെതിരെ നമ്മളിത് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ പേഴ്സണൽ ഇഷ്യൂ അല്ലേ. എനിക്ക് 1,30,000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി കൂടെ കൂടുന്നവരും അതിന്റെ അബദ്ധത്തിൽ പോയി ചാടരുതെന്നാണ് പറയുന്നത്. ശത്രു ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്, എനിക്ക് പോയ പണനഷ്ടം നിങ്ങൾക്കും വരും. ഇതേ ഞാൻ പറയുള്ളൂ. അതെന്തുകൊണ്ട് പറയണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പൈസ നഷ്ടം വന്നിട്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ട് മാറി എന്ന് പറയും. ഇത് പറഞ്ഞവരുണ്ടേ, ഇവിടെ തെളിവുണ്ടേ. ഞാൻ എന്റെ മകനെതിരെ പോക്സോ കേസ് കൊടുക്കാൻ അവരാണ് എന്നെ നിർബന്ധിച്ചതെന്ന് പറഞ്ഞവരുണ്ടേ. അപ്പൊ അത് തെളിവാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അവർക്കും കൂടെ ഫേവർ ആയിട്ടാണ് പറയണത്. ശത്രു ആണെങ്കിൽ പോലും ഞാൻ ആ കാര്യം പറയാറുണ്ട്. നമുക്കിത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. പിന്നെയും പോയി കെട്ടിച്ചാടുന്നു. ഒരു ചാടട്ടെ, വീഴട്ടെ, ഓടിയട്ടെ എന്നല്ല വേറെന്ത് പറയാനാണ്. ഏതെങ്കിലും കൊടുത്ത ഒരു കേസ് വിജയിപ്പിച്ചൊന്ന് കാണിക്കാമോ? ഇപ്പൊ ഈ കേസ് വിജയിച്ചില്ലേ? കുട്ടികൾക്ക് പൈസ കിട്ടി തുടങ്ങിയില്ലേ? പിന്നെ ഇനിയിപ്പോ എന്തോ ഏത് കേസാടാ വിജയിക്കാതെ ഉള്ളത്? ഒന്ന് പറഞ്ഞെന്നാണ്. അമൃതയുടെ ഇഷ്യൂ വിജയിച്ചില്ലേ? ഇല്ല, രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബക്കറ്റും കത്രിക എടുത്തോണ്ട് നിന്ന് തല്ലു കൂടിയിട്ട് അവർ രണ്ടുപേരും സോൾവ് ആയില്ലേ? പ്രശ്നം തീർന്നില്ലേ? ഏത് കേസാടാ ഞാൻ ഇടപെട്ടിട്ട് ജയിക്കാതെയുള്ള? ഒരെണ്ണം തോറ്റത് കാണിയില്ലേ? അപ്പോഴല്ലേ ബാക്കി പറയണ്ടോ? ഷെഫീന അവൾ ലൈവിൽ ചിലക്കുന്നു. അത് ഇവിടെ വരുമ്പോഴത്തേക്ക് അപ്പുറത്ത് വരും. അതങ്ങനെയാണ്, എന്തോ ഒരു തോന്നലാണ്. എന്നാ പിന്നെ അപ്പുറത്തോട്ട് ഓടിച്ചല്ല എന്നുള്ളതാണ്. മോളെ കൂട്ടി കൊടുക്കാൻ സമയമായില്ലേന്ന് ചോദിച്ചു. സമയമായില്ലേ? വൈകുന്നേരം ആയില്ലേ? മോളെ കൂട്ടി കൊടുക്കാൻ ഇറങ്ങുന്നില്ലേന്ന് ചോദിച്ചു. മോളെ കൂട്ടി കൊടുത്ത് ജീവിക്കുന്ന നാറി. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പട്ടി വിലയാ. അതിനകത്തൊന്നും പറയാനില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു കേസിലോ ഒരു പ്രശ്നത്തിലോ ഒന്നിലും ഇല്ലാതെ ഇന്നവരെ ഇത്രയും എബോവ് 40 ആയി എനിക്ക്, ഇത്രയും കാലം ജീവിച്ചിട്ട് ഇന്നവരെ ഒരു കള്ള കേസ് ഒരു രീതിയിലുള്ള ഒന്നിലും പോയി തലവെക്കാത്ത, ഒരു അയലുവൊക്കെ ചണ്ട പോലും കേസായിട്ടില്ല, അങ്ങനെ പോലും ഇല്ലാത്ത, ഒരാളുമായിട്ടും പ്രശ്നമില്ലാത്ത ഞാൻ ലോക ഫ്രോഡാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ? എന്തുകൊണ്ടാണ്? എന്റെ ശബ്ദം നോവുന്നത് കൊണ്ടാണ്. അതും 47-50 കേസുള്ള, അതും തട്ടിപ്പ് കേസുള്ള, കൂട്ടിക്കൊടുപ്പുകാരിയായ, തെളിവ് നെറ്റിൽ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു തീർന്നു കുറയ്ക്കണം. അന്ന് ജട്ടി ജിനുവിന്റെ വിഷയത്തിൽ ഭയങ്കര തുള്ളിച്ച് നടത്തുന്നുണ്ട്. ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഭാര്യയും ഭർത്താവ് എന്ന് അവകാശപ്പെടുന്ന വെപ്പാട്ടനെയും വെപ്പാട്ടിയും പോത്തുകല്ല് നാട്ടുകാർ തടഞ്ഞിട്ട് അടിക്കുന്നത് നെറ്റിൽ കിടക്കുകയാണ്. അതിനകത്ത് നാണമില്ലാത്തോള് പിന്നെ വന്നിരുന്നുണ്ട് കുറച്ചിട്ട് കാര്യമുണ്ട. ദേഹം മുഴുക്ക പുണ്ണാണ്. ആരുടെ മുഖത്തെ കുരു നോക്കി വർത്താനം പറയുന്നു. ദേഹം മുഴുക്ക പുണ്ണാണ്. ചെയ്തിന്റെ കൂടുതലുകൊണ്ടാണ് അത് അങ്ങനെ വന്നിട്ടുള്ളത്. ജീവിതകാലം മുഴുക്ക ഇങ്ങനെ ഇരുന്ന് ചെലച്ചുകൊണ്ടിരിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് നമ്മളുടേതായ സബ്ജക്റ്റ് ഉണ്ട്, നമ്മളുടേതായ വിഷയങ്ങളുണ്ട്. നമ്മളെ സബ്ജക്റ്റ് എന്തിനെന്നറിയാം? എങ്ങനെയും സോഷ്യൽ മീഡിയ ഒന്ന് ഒഴിവാക്കണം. അതിന് ആദ്യം കളിച്ചത് ഈ ചാനൽ ഒന്ന് പൂട്ടിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ നോക്കണം, എനിക്കെതിരെ എന്ത് കേസ് ഞാൻ ചെയ്താണ്, ഞാനാണ് ചെയ്യിച്ചത്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കൂ? ഒരാളെ പിന്തുടർന്ന്, ഇത് സത്യത്തിൽ ജനമാണ് മനസ്സിലാക്കേണ്ടത്. കാലങ്ങളായി ഞാനിത് ഈ ടോർച്ചർ സഹിക്കണം. എനിക്ക് എന്റെ ഉമ്മായും വാപ്പായും തന്ന പ്രോപ്പർട്ടി വിറ്റ് ഇവക്ക് തിന്നാൻ കൊടുത്തില്ല എന്നൊരൊറ്റ കംപ്ലൈന്റ് ആണ് ഞാനും അവളും തമ്മിലുള്ള പ്രശ്നം. പലരും പറയണത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർത്തില്ല. എങ്ങനെ തീരാനാണ്? എന്റെ വസ്തു വിറ്റ് അത് തിന്നാൻ ശ്രമിച്ച് പറ്റൂല എന്ന് പറഞ്ഞ ആദ്യത്തെ അടി ഞാനാ കൊടുത്തേ. ബാക്കി എല്ലാവരും പോട്ടെ എന്ന് പറയും. ഒരു പെൺകൊച്ച് സൂയിസൈഡ് ചെയ്ത് കളഞ്ഞു, തൂങ്ങിച്ചത്ത് കളഞ്ഞ കൊച്ച്. കാരണം അതിന്റെ സ്വത്തും അതിന്റെ സ്വർണം മുഴുക്ക വാങ്ങിച്ചെടുത്ത പോരാ എന്റെ ഇളയ കൊച്ച്, എന്റെ മൂത്ത കുട്ടി 12 വയസ്സുള്ള കൊച്ചിനെ സെക്ഷൽ അസാൾട്ടാണ് ചെയ്തത്. കോടതി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ അറിയാം.
ഏറ്റുമാനൂർ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ അറിയാം. ഇതിൽ കൂടുതൽ നമ്മൾ തെളിവ് ഉൾപ്പെടെ പറയാതെ എത്രയേ കാലമായി എനിക്ക് ഈ മാറ്റർ എന്നെ ഇതിന്റെ ഇടയ്ക്ക് വന്ന ആ വർത്തമാനം കൊണ്ടുവന്ന് ഇടുന്നവരെ ഞാൻ എടുത്ത് കളയും. ഇനി എനിക്ക് അതിനകത്തൊരു എക്സ്പ്ലനേഷൻ തരാൻ താല്പര്യമില്ല. ഫിജോ ജോസഫ് എന്ന ലേഡിയെ പറ്റി ഒരു 100 വീഡിയോ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ മാസത്തിൽ ഒരു 2 എണ്ണം എക്സ്ട്രാ ഞാൻ ഇട്ടേക്കാം. അതിനപ്പുറം ആ വിഷയമല്ലാതെ മറ്റൊരു വിഷയം സംസാരിക്കുമ്പോൾ അത് കൊണ്ടുവന്ന് ഇടരുത്. ദയവ് ചെയ്ത് കൊണ്ടുവന്ന് ഇടരുത്. അതിനകത്തുനിന്ന് ഞാൻ മാറി സഞ്ചരിക്കത്തില്ല. ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ പോലും അപായപ്പെടുത്താൻ തക്കവണ്ണം അറാംപറപ്പുള്ള ഒരു അറാംപറപ്പുകാരിയെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാൻ ഇവിടെ സബ്സ്ക്രൈബർ വന്നു. ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ വേറെ, മാറ്റർ വേറെ. അതിനകത്ത് ഫിജോ ജോസഫിനെ കൊണ്ടൊന്ന് തള്ളി കയറ്റരുത്. ഇതേപോലെ അമൃതയുടെ വീട്ടിലും അമൃതയുടെ അടുത്തും ഒക്കെ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം, നല്ലതായിട്ട് പേഴ്സണലി അറിയാം. ഇനി നീ എന്ത് കുത്തിക്കഴപ്പ് കാണിച്ചാലും എന്ത് കുതന്ത്രം കളിച്ചിട്ടും നീയും ഞാനും എന്താണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിന് താഴെ നാട്ടുകാർക്കും അറിയാം. ആദ്യം ഇവിടെ വന്ന് ഞെളിഞ്ഞ ഐസ്ക്രീമും ഒക്കെ തിന്നു വന്നിരുന്നിട്ട് ഞൊണ്ടിക്കാലി എവിടെയുണ്ടെന്ന് ഇവിടെ വന്ന് ചോദിച്ച ചോദ്യമാണ്. ഇനി വന്ന് ചോദിക്കാൻ പറ, ഞൊണ്ടിക്കാലി എവിടെയെന്ന് നാട്ടുകാർ പറഞ്ഞു കൊടുത്തോളൂ. ഞാൻ ആരുമായിട്ട് സഹകരിക്കാനോ ഒന്നും മിണ്ടാനോ പോവാത്ത ആളാണ്. പക്ഷെ മെനക്കെട്ട് ഇറങ്ങി ഇത് പോസ്റ്റർ ഒട്ടിക്കേണ്ടി വന്നു എനിക്ക്. ഇതാണ് ആളും. ഇനി വന്നാൽ കിട്ടിക്കോളും. ഞണ്ടിക്കാലി ആരാണെന്ന് അവർ കാണിച്ചു തരും. എന്റെ കാലും അടിച്ചോടിച്ചങ്ങ് വിടും. അത്രയേ ഉള്ളൂ. ബാലയ്ക്ക് വേണ്ടി നേരത്തെ കള്ളത്തരം പറഞ്ഞ് വീഡിയോ ചെയ്ത പാലാക്കാരനെ ഞാനന്ന് അൺസബ് ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഞാൻ അന്നേ വിട്ടതാണ്. അയാൾ സമ്മതിച്ചല്ലോ. ഞാൻ കള്ളത്തരമാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാൾ സമ്മതിച്ചല്ലോ. സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് കള്ളത്തരമാണെന്ന്. അതുകൊണ്ടാണ് അന്ന് ഈ ടെക്സ്റ്റൈൽസ് ഇഷ്യൂവിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ അയാളുമായിട്ട് സഹകരിക്കായിരുന്നത്. എനിക്ക് അയാളെ തീരെ ഇഷ്ടപ്പെടാതിരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അമൃത പറയുന്നത് പോലെ തന്നെ എലിസബത്ത് ബുദ്ധിമുട്ടുണ്ടായി 2 പേർക്കും ചേർന്ന് പരാതി കൊടുത്തൂടെ? എന്ത് പരാതി കൊടുക്കാൻ? അവർ ഡിവോഴ്സ് വാങ്ങിയില്ലേ? അവർ ഡിവോഴ്സ് വാങ്ങിയിട്ടുണ്ട്. ഏത് മറ്റേ കേസോ? അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. ഞാൻ ഡിസ്കസ് ചെയ്തില്ല. ഈ വിഷയം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതെന്താ കേസ് കൊടുക്കാത്തതെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ അത് റീകളക്ട് ചെയ്യേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. ശരിയാണ്. ഈ പിള്ളേർ ഭയങ്കര പേടിച്ചൂറികളാണെന്നേ. അവർക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ പറയണത് പോലും ഒരു വിലക്കും. പറയല്ലേ ചേച്ചി എന്ന് പറയും. ചേച്ചി പറയല്ലേ ചേച്ചി, ചെയ്യല്ലേ ചേച്ചി എന്ന് പറയും. പിന്നെന്തോ ചെയ്യാനാ? അവരും കൂടെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ കുട്ടി അറിയാതെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന് എന്തെല്ലാം പറയണമെന്ന് ആർക്കറിയാം? പേടിച്ചാ പറയാത്തേ. പറയാൻ സമ്മതിക്കത്തില്ല അവര്. അവർക്ക് പേടിയാണ്. 3 പെണ്ണുങ്ങൾ മാത്രമുള്ള വീടല്ലയോ, എന്ത് സംഭവിക്കാം? അതൊക്കെ ശരിയാണ്. ധൈര്യം ഇല്ലെങ്കിൽ പാടാണ്. ഞാനായതുകൊണ്ടല്ലേ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്കും ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും പേടി വരും. ആ കുട്ടികൾക്ക് അത് നല്ല പേടിയുണ്ട്. ആ തീരെ സാധുക്കളാ. അച്ഛനും മരിച്ചു, ആരുമില്ല. അവരെ ഭാഗം കൂടെ നമ്മൾ ചിന്തിക്കുക. ആ കുട്ടികളെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പൊ സുന്ദർ, മറ്റേ അയാളെ പേരെന്താ, ഗോപി സുന്ദർ, അയാൾ ചെയ്ത തെറ്റല്ലേ? അതിനെതിരെ അവർക്ക് നീങ്ങാൻ പറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ട് പറ്റില്ല? എന്തുകൊണ്ട് പറ്റൂല? പറ്റത്തില്ല. അതുകൊണ്ടാണ്. എലിസബത്ത് ഇന്നവരെ ബാലയ്ക്കെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്ന എലിസബത്തിനെ തുറന്നു പറഞ്ഞു. അവള് ഡിവോഴ്സായി പോയില്ലേടേ. അവക്ക് അവളുടെ ലൈഫ് സെക്യൂറായി. അത്രയേ ഉള്ളൂ. ഇവനല്ലേ പറയണ കളഞ്ഞിട്ടില്ല എന്ന്. അവളെന്താ ഡിവോഴ്സായി പോയില്ലേ? ഇനിയിപ്പോ എന്താ? ഇനിയിപ്പോ ഇവനെ പറ്റി മോശം പറയും. ഞാനത് മണ്ടേ പറയുന്ന കാര്യമില്ല. 2 പേര് തമ്മിൽ തെറ്റിയാൽ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. നീ 3rd പേഴ്സൺ വിവാഹം കഴിക്കാനായിട്ട് വന്നാൽ ആ പെണ്ണിന് ഇൻഫർമേഷൻ കൊടുക്കണം. ഇവനിങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നീ എത്ര എണ്ണം കെട്ടി? എത്ര എണ്ണത്തിന്റെ കൂടെ? ഞാൻ 2 കല്യാണം കഴിച്ച് 2 പേരോടെ കിടന്ന്. സിജോയ്ക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ 2 കല്യാണം കഴിച്ച് 2 പേരോട് കൂടെ കിടന്ന്. എന്താ ഇപ്പൊ പ്രശ്നം? അതൊരു കുറ്റമാണോ? സമാധാനമായ ഇപ്പൊ ഒരു ആറുതലൊക്കെ വന്ന തഞ്ചായ ഇത് ചോദിക്കാനാണ് ഓടിക്കൊണ്ടുവന്നത്. പക്ഷെ എനിക്ക് നാണായി, മാനക്കേടായി. എനിക്ക് ഷെയിംഫുൾ ആക്ട്. ചോദിച്ചോണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അടുത്ത ചോയ്രടി. രണ്ട് കല്യാണം കഴിച്ചോടനെ വലിയ കുഴപ്പാ? അതാണോ പ്രശ്നം? ഓ, ആഗോള പ്രശ്നം അതാണോ? 2 കല്യാണം കഴിക്കാൻ പാടില്ലേ? ഒരു വലിയ കുറ്റ? എന്താ നീയായിരുന്നാ എനിക്ക് പാവിരിച്ചു തന്നത്? 3 പേരാണോന്ന്? നീയാണോ വിനീതിന് പാവിരിച്ചു തന്നത്? നീയാണോ വിനീതിന്റെ സുന എടുത്ത് എന്റെ സുനായ്ക്കകത്തോട്ട് കുത്തിക്കയറ്റിയത്? നീയാണോ? നിനക്കെങ്ങനെ അറിയാം 3 ഉണ്ടോ 4 ഉണ്ടോന്ന്? ഡിക്ലെയർ ചെയ്താ? നീ കണ്ട? 3ാമത്തെ വിനീത. 2ാമത്തെ ആളിനെ നിനക്കറിയാമോ? ആരാ 2ാമത്തെ ആള്? നീ കണ്ടോ? നീ ആയിരുന്നു എനിക്ക് സർട്ടിഫിക്കറ്റിൽ ഒപ്പിടാൻ വന്നത്. എന്റെ കൂടെ എത്ര പേര് കിടന്നെന്ന്?
നീ ആയിരുന്ന? എന്താ തെളിവ്? കാണിച്ചേ, അന്ന് കാണട്ടെ. എനിക്ക് ഡിസ്പോ തൂറിയെന്നല്ലേ അപ്പുറത്തിരുന്ന് പറയണേ. എനിക്ക് ആണുങ്ങളെ വാഴൂലെന്നല്ലേ പറയണേ. ഇതിനെയൊക്കെ ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്ത 2 പിള്ളേര്, അങ്ങനെയല്ലേ പറയുന്നത്? തെളിവുണ്ടാ? കൊണ്ടുപോവാ. ഉണ്ടാ? ശരിയടെ, പല്ല് വേദനയാണ്. ഞാൻ പറ്റുമെങ്കിൽ 2 വീഡിയോ പിടിച്ചിടാം കേട്ടാ. തീരെ വയ്യ, പല്ല് ഭയങ്കര വേദന. 2 ദിവസം കാണാതായപ്പോഴത്തേക്ക് അപ്പുറത്ത് പുതിയ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചേട്ടാ. ഇനി ഇവള് ഇടയേ ഇല്ലേട്ടാ. ഇനിയിപ്പോ ഇവള് ഇടത്തില്ല. ഇവളങ്ങ് തീർന്ന് അവസാനിച്ചെന്ന് വിചാരിച്ചാണ്. അപ്പൊ എന്റെ വക ഒരു ഉപദേശവും കൂടെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു പോട് വന്നാലും ധൈര്യമായിട്ട് പോയി നിങ്ങൾ ആ പല്ല് സെറ്റ് ചെയ്തോളി കേട്ടോ. ലോകത്തെ എല്ലാ വേദനയും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. പല്ല് വേദന ഒരു കാരണം വെച്ചാൽ സഹിക്കാനൊക്കെ. പ്രസവ വേദന പോലും ഇത്ര വേദന ഉണ്ടോന്ന് വെച്ചാൽ ഇല്ലാന്ന് ഞാൻ പറയും. 12 മണിക്കൂർ വേദനിക്കും എന്നതാണ് പ്രസവ വേദനയുടെ ഒരു ഹൈലൈറ്റ്. പക്ഷെ ഇത് ഒരു ദിവസം മുഴുക്ക വേദനിച്ചതാണ്. എനിക്കിപ്പോഴും ഇവിടെ കുറഞ്ഞിട്ടൊന്നുമില്ല, നീരുണ്ടെന്ന് തോന്നണല്ലേ. ഈ വിഷയമേ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിടാന്നാണ് വിചാരിച്ചത്. എനിക്ക് അതിനകത്ത് വീഡിയോയ്ക്ക് റീച്ച് കുറവുള്ളത് കൊണ്ടാണ് ലൈവിൽ വന്ന ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പിള്ളേരൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാവരും രാത്രിക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ വൈകുന്നേരം കാണാം കേട്ടോ. വീണ്ടും ഒരു സബ്ജക്റ്റുമായിട്ട് വൈകുന്നേരം കാണാം. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആറട്ടെണ്ണം പുതിയ സുനായും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. നടി മീനയ്ക്ക് ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറാണെന്ന്. ഞാൻ ഇന്നലെ ഒരാളുടെ വീഡിയോ കണ്ടിട്ടായിരുന്നു. അയാള് ഭയങ്കര പുച്ഛത്തോടു കൂടി ഈ ഫാമിലി വ്ളോഗേഴ്സിനെ വിധാവിധമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇരുന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. അയ്യോടാ, ആണോ? നിങ്ങൾ പിന്നെ എന്തുവാ ചെയ്യുന്നേ? നിങ്ങൾ ഫാമിലി വ്ളോഗല്ലല്ലയോ, പട്ടി വ്ളോഗായിരിക്കും. നമ്മൾ ചെയ്യുന്നതും അത് തന്നെയാണ്. നമുക്ക് അതിനകത്തുനിന്നൊരു വരുമാനം വേണമെന്നുള്ളതും നിർബന്ധമാണ്. പിന്നെ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ളവരെ എന്തിനാ പറയണേ? അതെനിക്ക് മനസ്സിലായില്ല. റെസ്റ്റ് എടുക്കും, എന്നിട്ട് കൂടുതൽ ദിവസം അല്ല വൈകുന്നേരം ഞാൻ വരാം. 2 വീഡിയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഐ ഡോണ്ട് നോ എന്നെ കൊണ്ടതാവുമെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇത് വെറുതെ ഇൻഫെക്ഷൻ ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. എന്നാലും ഒന്ന് വന്ന് തല കാണിക്കാന്ന് വെച്ചാൽ വീഡിയോ ചെയ്തിട്ട് പറയും അയ്യോ അവള് ജയിലിലാണേ. അതായത് 2019 ഡിസംബർ ഓൺവാർഡ്സ് തൊട്ട് ഞാൻ എല്ലാ ദിവസവും ലൈവിൽ വരുന്ന വ്യക്തിയാണ്. ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് ഒരു ദിവസം കാണാൻ മിസ്സാവുമെന്നല്ല, എവരി ഡേ ലൈവിൽ വരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അബീർ ജയിലിൽ കിടന്നു, മനസ്സിലായ? അബീർ ജയിലിൽ കിടന്നു. പറയാവുന്ന മാക്സിമം പറയുക, പറയാവുന്ന തൊട്ടിത്തരം മാക്സിമം പറഞ്ഞുണ്ടാക്കുക, ഇതൊക്കെയാണ്. ഷെഫീനയുടെ തലയിലോട്ട് കയറാൻ വരുന്ന വാഴകളെടുത്താണ്. നിങ്ങൾ അപ്പുറത്ത് വലിയൊരു യൂണിറ്റിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ ക്രിമിനൽ കൂട്ടായ്മയിൽ ചേർന്ന് നിന്നുകൊണ്ട് ഇത്രയും നാൾ കുരച്ചിട്ട് ഒരു പിണ്ണാക്ക് സംഭവിക്കാത്തടുത്ത് ഇനി നിങ്ങൾ കുരച്ചിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെ ഒപ്പം നിൽക്കുന്നവർ എൻ്റെ ഒപ്പം തന്നെ നിൽക്കും. അവരെന്തായാലും എന്നെ വിട്ടു പോകാൻ പോകുന്നില്ല. നിങ്ങൾ അവിടെ കിടന്ന് ബഹളം വെക്കാനേ പറ്റുള്ളൂ. കൂടെ നിൽക്കുന്നവരെ ആക്രമിച്ചു നോക്കി, കൂടെ നിൽക്കുന്നവർ ഇപ്പം നമ്മൾ ഒരാളെടുത്ത് ഒരു ഉപദേശം കൊടുത്തിട്ട് അവരെ മാറ്റുന്ന നമുക്ക് മനസ്സിലാവും. ഇപ്പം എൻ്റെ ശാന്തകുമാരി അമ്മ അവരെ ഫോൺ വിളിച്ച് തെറി വിളിയാ. അപ്പം അവരെടുത്ത് പറഞ്ഞു കൊടുക്കുക ആ സ്ത്രീ മോശമാണ്, ആ സ്ത്രീ പിഴച്ചതാണ്, ഇതാണ് തെളിവ്. അവർ മാറി അങ്ങ് പോകും. ശരിയല്ലേ? അത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ഇതങ്ങനെ പറഞ്ഞിട്ടും അവരമ്മക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി നമ്മളെ കാര്യം മനസ്സിലായതുകൊണ്ടല്ലേ. അതുകൊണ്ട് ഉടനെ അവരെ തെറി വിളിക്കും. ഷാജി രഘുചേട്ടനെ പിന്നെ കണ്ടേ കണ്ടുകൂടാ. അങ്ങനെ പണ്ടുപോലെ നമുക്ക് സപ്പോർട്ട് പറയുന്നുണ്ട്. അങ്ങനെ പണ്ടേ കണ്ടുകൂടാ. ഞാൻ രഘുചേട്ടൻ തമ്മിൽ വഴക്കം ഉണ്ടായിട്ട് പോലും രഘുചേട്ടൻ അങ്ങനെ മോശം പറയാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ രഘുചേട്ടനെ അങ്ങനെ തന്നെ പറയുന്നത്. കൂടെ നിൽക്കുന്നവരെ എല്ലാം ഒരാൾ ആണ് പെണ്ണ് വ്യത്യാസമല്ല, എല്ലാവരെയും പോയി ആക്രമിക്കുന്നുണ്ട്. എന്നിട്ടും ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മൂലയിൽ പൊത്തിക്കൊണ്ടിരുന്നാ പോരെ. ഇപ്പൊ കോടതി സമ്മതിച്ചല്ല ജേർണലിസ്റ്റ് ആണെന്ന്, അംഗീകരിച്ചല്ല, ഈ പൊത്തിക്കൊണ്ടിരിക്കുക. അത് ബോധമുള്ളവർക്ക് മനസ്സിലാവും. ബോധമില്ലാതെ അവൾ കുഴപ്പ. ഇത് അസൂയ എന്ന് പറയും. സ്വന്തമായിട്ട് എങ്ങും എത്താൻ പറ്റാത്ത വെപ്പാട്ടനിക്ക് വരെ ചെലവിന് കൊടുക്കേണ്ട ഗതികേടിലുള്ള എനിക്കൊക്കെ നല്ല മൂത്ത അസൂയ, മുഴുത്ത അസൂയ എന്നതിനപ്പുറം ഒന്നുമില്ല. 2019 ഓൺവാർഡ്സ് എൻ്റെ ലൈഫ് പബ്ലിക്കിലാണുള്ളത്. ഞാൻ അതിനകത്ത് പുതിയതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല.
മഹാത്മാഗാന്ധി ജയിലിൽ കിടന്നുണ്ട്. മഹാത്മാഗാന്ധിയെ പോലെ അല്ല അത്. ചേച്ചി ഇവിടെ ചേച്ചിയുടെ ചേച്ചി അവിടെ ചേച്ചിയെ പൂഴ്ത്ത അതവിടെ ഇരുന്ന് കരയിട്ടെന്ന്. എന്ത് വീഡിയോ ആണ് ബാലയുടെ കയ്യിൽ? ബ്ലാക്ക് മെയിലിംഗ്, സോറി ഐ ജോയിൻ ലേറ്റ്. ഇവർ തമ്മിലുള്ള സെക്ഷൽ വീഡിയോസ് ഉണ്ടെന്നാണ് ആ കൊച്ചു പറയണത്. എലിസബത്ത് അത് ശരി, അവിടെ ഇവിടെ ഉണ്ടല്ലേ. എന്തോന്ന് കുറെ കമന്റ്സ് മിസ്സായി കേട്ടോ. ഹായ്. നേരത്തെ ഇവിടെ ആരോ ഒരു കാര്യം ഇട്ടിരുന്ന കിഡ്നി സ്റ്റോണിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിന്റെ പെയിൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. പെയിൻ എല്ലാം പെയിൻ തന്നെയാണ്. പക്ഷെ എന്തായാലും ഇത് ഐ തോട്ട് സെപ്പറേറ്റ് ആയി മാത്രമാണ്. അല്ലല്ലല്ല, എൻ്റെ കമന്റും അല്ല. വേറൊരു കാര്യമുണ്ട് കേട്ടോ. ആ കുട്ടി എന്താ സൈലന്റ് എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ എൻ്റെ കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് കാര്യം എന്ന് പറയുക എന്നുള്ളതല്ലേ വസ്തുത. എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് പറയാത്തതെന്ന്. അത് പേടിക്കേണ്ട അവസ്ഥ തന്നെയല്ലേ. നമുക്ക് ആർക്കും ഇപ്പം നമ്മളുടെ ഇത് പബ്ലിഷ് ആവാൻ താല്പര്യപ്പെടൂ? ഇത് ഇനി പബ്ലിഷ് ആക്കിയാൽ ഇനി ബാല പബ്ലിഷ് ആക്കി അത് സ്വമേധയാ കേസ് എടുക്കേണ്ട കേസാണ്. സത്യത്തിൽ ഇതിനകത്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇടപെടേണ്ടത്. കാരണം ആ കൊച്ചുങ്ങളിപ്പോൾ എത്ര 14 വർഷമായിട്ട് പെണ്ണിനായിട്ട് കഷ്ടപ്പെടുത്തുകയാണ്. ഇവരുടെ പിന്നെ അഭിമുഖങ്ങളില്ലേ, ഇന്റർവ്യൂസ്, അതെടുത്ത് വെച്ച് നോക്കിയാൽ അതിനകത്തുനിന്ന് വ്യക്തമാണ്, ക്ലിയർ ആണ്. ഇനി അത് കാണുന്നവർക്ക് മനസ്സിലാവും. ഈ പെണ്ണെ ഇൻസൾട്ട് ചെയ്യണതും എനിക്കൊന്ന് എന്താ മറ്റേ പെണ്ണിന്റെ പേരെന്ത്, ഭാഗ്യലക്ഷ്മി എടുത്തൊരു ഇന്റർവ്യൂ, ഇതൊക്കെ നെറ്റിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ തന്നെ ഈ പെങ്കൊച്ചിനെ ഇൻസൾട്ട് ചെയ്യുന്ന വിധം കണ്ട അതിന്റെ ലൈഫും അതിനങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നു ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ളവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക പോംവഴി നമ്മളുടെ ബന്ധുക്കളുമായിട്ട് നമ്മൾ കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആയിരിക്കുക. മറ്റേ ഇവരുമായി ഡി അറ്റാച്ച്മെന്റ്, അതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അത് ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ അവള് സേവ് ആയത്. അവളുടെ പേരൻസ് അവൾക്കൊപ്പം സപ്പോർട്ടീവായി നിന്നതുകൊണ്ടാണ് അമൃത രക്ഷപ്പെട്ടത്. ആൻഡ് ദ സെയിം മാനറിൽ ആ പെങ്കൊച്ചിന് കുടുംബക്കാരുമായിട്ട് വലിയ സഹകരണം ഉണ്ടാകത്തില്ല എലിസബത്തിന്. അതുകൊണ്ടായിരിക്കും അവൾ ഗുജറാത്തിലേക്ക് രക്ഷപ്പെട്ടിട്ട് പോയിട്ടുള്ളത് കേട്ടോ. യു ആർ ദ റിയൽ ബ്രാൻഡ്. താങ്ക് യു ശ്രീലകം ശ്രീ. ആദ്യത്തെ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി അവളുമായുള്ള വീഡിയോ എടുത്തു വെക്കുന്ന മുന്തിയ കെട്ടിയോ? ഓ അതെ, യു ആർ കറക്റ്റ്. ഭയങ്കര ഇൻസൾട്ട് ആയിരുന്നു അന്നൊക്കെ, സത്യം. പിന്നെ രണ്ടാമത് ഞാൻ ആദ്യം കാണുന്ന ഇന്റർവ്യൂ എന്ന് വെച്ചാൽ റിമി ടോമിയുടെ ഇന്റർവ്യൂ. റിമി ടോമിയുടെ കൂടെ ഒന്നൊന്നും അതിനകത്ത് അപ്പോഴും നമുക്ക് തോന്നും കേട്ടോ, ഈ അമൃത എത്ര അഹങ്കാരിയാണോ. പിന്നെ ഇവർ ചെയ്ത മിസ്റ്റേക്ക് ബിഗ് ബോസിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നിതിൻ ചേട്ടത്തെയും കൂടെ. അതിനകത്താണ് ഇവർക്ക് കുറെ കൂടെ നെഗറ്റീവ് ഇത് ആയിപ്പോയത്. അതിനകത്ത് രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ആയത് അത് വേണ്ടായിരുന്നു. അത് അവർക്ക് അവോയ്ഡ് ചെയ്യാമെന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് അവർക്ക് നല്ല നെഗറ്റീവായി പഠിച്ചു. പിന്നീട് ഇവർക്ക് മിണ്ടാൻ പറ്റാത്തൊരു അവസരമായി. പിന്നെ ഈ പൊതുസമൂഹത്തിനോട് പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ടെന്നേ. ഒരു പരിധി കഴിയുമ്പോൾ ഇത്രയും സൈബർ ആക്രമണം ആകുമ്പോൾ, പ്രത്യേകിച്ച് ഫേസ്ബുക്കാണ് ഏറ്റവും തീവ്രം കേട്ടോ. ഫേസ്ബുക്കിൽ ഭയങ്കര ആക്രമണമാണ്, ഭയങ്കരമാണ്. എന്തേര് തോന്നിയാസാണെന്തോ. വിദേശത്തൊക്കെ ഇരുന്നാണ് ആളുകൾ ഓരോന്ന് പറയണത്. നേരത്തെ അമൃത ചാനലല്ലേ ഇവനെ താങ്ങിക്കൊണ്ട് നടന്നത്? അത് മാതാ അമൃതാനന്ദമയ്യോട് ഇവനുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. പിന്നെ ഇവൻ ഭയങ്കര പണക്കാരനാണെന്ന് പറയാനും മാത്രമുള്ള പൈസ ഇവൻ്റെ ഉണ്ടാവും. അതിന് മാത്രം റിച്ചാണ് ഇവൻ. എന്തൊരു കുറെ സ്വർണം വാങ്ങി കൊടുക്കുന്നു, BMW കാറ് വാങ്ങിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ തന്നെ അവളെ കാണിക്കാനാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലേ. ഈ മണ്ടനാണ് കേട്ടോ, ഭയങ്കര ബുദ്ധിമാനൊന്നുമല്ല, മണ്ടനാണ്, ക്രിമിനലുമാണ്. എപ്പോഴെങ്കിലും പിടിപെടുമല്ലോ. പക്ഷെ ഇതിൽ കൂടുതലൊന്നും ഇനി തുറന്നു പറയാൻ പിള്ളേരെ കൊണ്ടൊക്കത്തില്ല. ഇനിയും പൊതുസമൂഹത്തിലുള്ളവരാണ് വിചാരിക്കുന്നത് കൊലസ്ത്രീകളെടുത്താണ് ദയവ് ചെയ്തിട്ട് അതുങ്ങളെ ശല്യം ചെയ്യാതിരിക്കും. നാളെ നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു അവസരം വന്നാലേ മനസ്സിലാവുള്ളൂ. അത്രത്തോളം ആ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്, പാവം. എന്നിട്ട് ഇയാൾക്ക് എന്തോ മാനസിക രോഗം ഉള്ളതുപോലെ ആയിരുന്നു പെരുമാറ്റം. ഒരുമാതിരത്തെ ചളി കോമഡി ചളി. അവൻ തമിഴിൽ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ പിടിച്ചേനെ. തമിഴ് നാട്ടുകാർക്ക് മനസ്സിലാവേ. സത്യം ഞാൻ തുറന്നു പറയുന്നതിന്, നമ്മളിൽ ഒരാളാണ് അവിടെ പോയി കിടന്ന് ഇതുപോലെ കാണിക്കുന്നതെങ്കിൽ അവറ്റകൾ കൊന്നേ വിടുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇത് സാധിക്കും. അതാ ആ പെങ്കൊച്ചു പറഞ്ഞത് കറക്റ്റാണ്.
നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ കുട്ടീനെ ഇടിക്കാനും പിടിക്കാനും തോന്നിവാസം കാണിക്കാനും ഒക്കെ സാധിക്കും. നമ്മുടെ നാട് അതാണ്. അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു പോകും. അവള് തനിച്ച് ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കുന്ന സ്ത്രീയാണ്. ഞാനിപ്പോഴും പറയണം, അമൃത ഒരു തേർഡ് പേഴ്സണെ കണ്ടെത്തുക തന്നെ വേണം. ലൈഫ് മസ്റ്റ് ഗോ ഓൺ. അവൾക്കൊരു പാർട്ട്ണറെ വേണം തന്നെയാണ്. പക്ഷെ ഗോപി സുന്ദർ ലെവലിലുള്ള ഒരുത്തനല്ല, നല്ലൊരുത്തനെ കല്യാണം കഴിക്കുന്നതും സെക്യൂർ ആകുന്നതും നല്ലത് തന്നെയാണ്. ഇനിയിപ്പോൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്. ഇനി പച്ചാളം കാണുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും അത് ചെയ്യണം എന്നുള്ളത് വസ്തുത. അത് ചെയ്യാതിരിക്കുന്നത് അവളുടെ ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു വശം. ശരിയെന്നാ, വൈകുന്നേരം കാണാം. ബൈ.